അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. കുഴപ്പങ്ങളുണ്ടാക്കാൻ വരുന്നവരെയും ലഹരിമരുന്നുമായി വരുന്നവരെയും കർശനമായി നേരിടുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. കേരളത്തെ രാജ്യസഭയിൽ രൂക്ഷമായി വിമർശിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പിടിപ്പുകേടുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടായാൽ അതിന് കേന്ദ്രം ഉത്തരവാദിയല്ലെന്ന് നിർമ്മല സീതാരാമൻ വിമർശിച്ചു. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയോ രാജ്യത്തു നിന്ന് പുറത്തു പോകുകയോ ചെയ്യുന്ന ആളുകളുടെയും വിദേശികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിന് നിയന്ത്രണാധികാരങ്ങൾ നൽകുന്നതാണ് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ. രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയ വിദേശികളുടെ പേരുകൾ ഉൾപ്പെടുത്തിയ കരിമ്പട്ടികയ്ക്ക് ബിൽ നിയമസാധുത നൽകും. കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വരുന്നവർ, അത് റോഹിംഗ്യകളായാലും ബംഗ്ലാദേശികളായാലും കർശന രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് ബില്ലിലെ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ അമിത് ഷാ. मानवीय देश धर्मशाला नहीं है, जो चाहे जिस उद्देश्य से चाहे यहाँ आकर रह जाएगा, ऐसा नहीं होगा. कानूनी तरीके से देश के अंदर अपने देश को और हमारे देश को समृद्ध करने कोई आता है तो इसका स्वागत है, मगर सुरक्षा के लिए खतरा है, उसको रोकने का प्रावधान करने का हमारी संसद का अधिकार भी. നുഴഞ്ഞുകയറ്റക്കാർക്ക് ആധാർ കാർഡും പൗരത്വവും നൽകുന്നത് ആരെന്ന് തൃണമൂൽ കോൺഗ്രസിനോട് ആഭ്യന്തരമന്ത്രി ചോദിച്ചു. രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന ആക്ഷേപത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ സ്പീക്കർ ഓം ബിർളയെ കണ്ടു കത്തു നൽകി. കേരളത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് രാജ്യസഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉന്നയിച്ചത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ 97.88% കടവും ഉപയോഗിച്ചത് കടം കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ. 2023-24 വർഷത്തിൽ വരുമാനത്തിന്റെ 70% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി വിനിയോഗിച്ചു. ഇത് സംസ്ഥാനത്തെ മൊത്തം ധനകൈകാര്യത്തെ സൂചിപ്പിക്കുന്നു. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി UDF-ന്റെയും LDF-ന്റെയും തെറ്റായ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുണ്ടായതെന്നും ധനമന്ത്രി പറഞ്ഞു. Which was waiting for 40 years. It was Prime Minister Modi who completed that little bit. It was litigated upon. From A to B, the road goes, but there is one little patch which, because it was in the courts and other things, every government gave excuses, it wasn't completed. കേരളത്തെ സാമ്പത്തികമായി അവഗണിച്ചിട്ടില്ലെന്നും ധനമന്ത്രി ആവർത്തിച്ചു. 2014 മുതൽ 2024 വരെ 1.57 ലക്ഷം കോടി നൽകി. അത് UPA സർക്കാരുകളുടെ ഭരണസമയത്തേക്കാൾ 239% കൂടുതലാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. 24 ഡൽഹി.